السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന അതിപ്രധാനമായ ഘടകം അതിൻ്റെ അന്യൂനമായ പ്രമാണങ്ങൾ തന്നെയാണ്. ജീവിതത്തിലെ ഏതു മേഖലയിലും താൻ എന്താണ് ആദർശമായി സ്വീകരിക്കേണ്ടത് എന്ന് കുറ്റമറ്റ അധ്യാപനങ്ങൾ നൽകുന്ന പ്രമാണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങളും അവ രണ്ടിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മറ്റനുബന്ധ പ്രമാണങ്ങളും, ആ പ്രമാണങ്ങളിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ മുഴുവൻ വിശ്വാസ ആചാരങ്ങളും വിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പ്രമാണമായി അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളിൽ തന്നെ വിവിധങ്ങളായ ആശയ വ്യത്യാസങ്ങളും കക്ഷിത്വങ്ങളുമെല്ലാം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് അത്തരമൊരു നിലപാടിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തുന്നുവെന്ന അന്വേഷണം ഏറെ പ്രധാനമാണ്. അതിൻ്റെ ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ആമുഖ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും എങ്ങനെ സ്വീകരിക്കണമെന്നതും ആ പ്രമാണങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസിയുടെ നിലപാട് അല്ലാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ സ്വന്തം വക തീരുമാനങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നത് തന്നെയാണ്. എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുവാൻ, സ്വന്തം നിലയ്ക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ അവന് അനുവാദമില്ല എന്നർത്ഥം. വിശ്വാസ നിലപാട് മറ്റൊരായത്തിൽ ഖുർആൻ വിശദീകരിച്ചു. ഇദാ ദുഉ ഇലല്ലാഹി, റഹ്മാനായ റബ്ബിലേക്ക്, അവൻ്റെ റസൂലിലേക്ക് എല്ലാം വിളിക്കപ്പെട്ടാൽ വിശ്വാസികളുടെ നിലപാട് അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പ്രഖ്യാപിക്കലാണ് വിശ്വാസിയുടെ നിലപാട് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെയും പ്രവാചക വചനങ്ങളെയും സ്വീകരിക്കുന്നുവെന്ന് പറയുന്ന ആളുകൾ തന്നെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കാതിരിക്കുകയോ തങ്ങളുടെ സ്വാർത്ഥതകൾ, തങ്ങളുടെ സ്വന്തമായ താല്പര്യങ്ങൾ അതിൽ കൂട്ടിക്കുഴയ്ക്കുകയോ ചെയ്തപ്പോൾ സ്വാഭാവികമായ വ്യതിയാനങ്ങൾ മുസ്ലിം സമുദായത്തിൽ വ്യാപകമായി വന്നു. സ്വാർത്ഥമായ താല്പര്യങ്ങൾ, അതേപോലെ പല തരത്തിലുള്ള പക്ഷപാതിത്വങ്ങൾ, തങ്ങളുടെ ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ ഏറെ പ്രാമാണികത കൽപ്പിക്കുന്ന നിലപാടുകൾ എല്ലാം സ്വീകരിക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രമാണങ്ങളെക്കാൾ ഏറെ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുകയും അതിൻ്റെ ഫലമായി തങ്ങളുടെ ബുദ്ധിയിൽ യോജിക്കാവുന്ന, തങ്ങൾക്ക് ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, പ്രമാണങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കാമെന്നും
അതിനപ്പുറമുള്ളത് എത്ര വലിയ പ്രമാണങ്ങൾ, എത്ര കുറ്റമറ്റ വഴികളിൽ ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയാലും ശരി, അത് സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും പ്രഖ്യാപിക്കുന്ന നിലപാട് ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്ത പ്രമാണങ്ങൾ കാണുമ്പോൾ ഒന്നുകിൽ വ്യാഖ്യാനിക്കുകയോ അതല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്യാൻ അത്തരം ആളുകൾ എന്നും തയ്യാറായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്ഥിരപ്പെട്ട മുഴുജത്തുകളെ ഈ ന്യായം പറഞ്ഞ് നിഷേധിച്ച ആളുകൾ ലോക ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. അതേപോലെ റഹ്മാനായ റബ്ബിന്റെ വിശേഷങ്ങളായി ഖുർആൻ പരിചയപ്പെടുത്തിയ പല യാഥാർത്ഥ്യങ്ങളെയും റഹ്മാനായ റബ്ബ് അർശിൽ ഉപവിഷ്ടനായി എന്ന അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ എന്ന വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ ആവർത്തിച്ചുള്ള അധ്യാപനങ്ങളെ, അതേപോലെ അല്ലാഹുവിന്റെ നുസൂല്, അവന്റെ ഇറക്കവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളെ തുടങ്ങിയ പലതരം അല്ലാഹുവിന്റെ വിശേഷണങ്ങളെയും നാമങ്ങളെയും ഗുണങ്ങളെയും എല്ലാം ഈ പേര് പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ച് തള്ളിയ, അതിന് സ്വന്തം വ്യാഖ്യാനങ്ങൾ നൽകിയ, നിഷേധിച്ച, ഇല്ലെന്ന് പറഞ്ഞ ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഖബർ ശിക്ഷയും ദജ്ജാലിന്റെ ആഗമനവും സിറാത്ത് പാലവും അടക്കമുള്ള വിശ്വാസരംഗത്ത് തർക്കമില്ലാത്ത വിധം അംഗീകരിക്കപ്പെട്ടു പോന്ന കാര്യങ്ങളെയും ഈ മാനദണ്ഡം വെച്ച് തള്ളിക്കളയുവാനോ പരിഹസിക്കുവാനോ നിരാകരിക്കുവാനോ ദുർവ്യാഖ്യാനിക്കാനോ തയ്യാറായ ടീമുകൾ ലോക ചരിത്രത്തിൽ എമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ലക്ഷ്യം നേടാനായി വിശുദ്ധ ഖുർആനിലെ ചില ഹർക്കത്തുകളെ മാറ്റിയവർ മുതൽ അക്ഷരങ്ങൾ മാറ്റിയവർ, പദങ്ങളെ മാറ്റിയവർ, ആശയങ്ങളെ മാറ്റിയവർ, അതിലേക്ക് കടത്തിക്കൂട്ടിയവർ, എടുത്തൊഴിവാക്കിയവർ എല്ലാം ലോക ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇസ്ലാമിനെ അടിസ്ഥാനമായി പഠിപ്പിച്ച റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന, അവനോട് മാത്രം സഹായമർത്ഥിക്കുക എന്ന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നുവെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അംബിയായിനോട്, ഔലിയായിനോട്, മലക്കിനോട്, ജിന്നിനോട്, മറ്റിതര സൃഷ്ടികളോടെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അത് ന്യായമായി പഠിപ്പിക്കുന്ന, അത് ഇസ്ലാമാണെന്ന് പരിചയപ്പെടുത്തുന്ന ഖബറുകളിൽ പോയി ദർഗകളിൽ ചെന്ന് ആ ഖബറാളിയോട് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കലിനെ മതമായി പരിചയപ്പെടുത്തുന്ന ആളുകൾ പലപ്പോഴും ആ വാദമാണ് ഇസ്ലാം എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി, ആ ആദർശമാണ് പ്രമാണം മുന്നോട്ട് വെക്കുന്ന ആദർശമെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ, പ്രവാചക വചനങ്ങളെല്ലാം അട്ടിമറികൾ നടത്തിയത് എമ്പാടും കാണാൻ കഴിയും. സൂറത്തുൻ നിസായിലെ ഒരു വചനം, അത് വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തിന്റെ ആശയത്തിനെ അട്ടിമറിക്കുകയും പ്രവാചകരോട് നമുക്ക് പൊറുക്കലിനെ തേടാമെന്ന്, ഇസ്തിഗ്ഫാർ നിർവഹിക്കാമെന്ന്, പാപമോചനത്തിനായി പ്രാർത്ഥിക്കാമെന്ന് ആശയം മാറ്റി പ്രചരിപ്പിച്ചുവെന്ന് മാത്രമല്ല, അത് സ്ഥാപിച്ചെടുക്കാൻ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന ആ ഒരു പദത്തിലെ റസൂലു എന്ന ലമ്മിനെ മാറ്റി ഫതഹാക്കി മാറ്റിയിട്ട് റസൂല എന്ന് ഖുർആനിൽ തിരുമറി നടത്തിയ പണ്ഡിത നാമധാരികൾ നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ സ്ഥലപ്പെട്ട പല വാക്കുകൾക്കും സ്വന്തമായി വ്യാഖ്യാനം നൽകിയവർ. അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ, റഹ്മാനായ റബ്ബ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നുവെന്ന വചനത്തെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്തവ എന്ന വാക്കിന് ഇസ്തൗല, ആധിപത്യം ചെലുത്തി എന്ന് അർത്ഥം കൽപ്പിച്ചവർ ലോകത്ത് പല കാലഘട്ടങ്ങളിലായി കടന്നു വന്നിട്ടുണ്ട്. ഇന്നും അത്തരക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് രാത്രിയുടെ അവസാന സമയങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന ആയത്തിനെ റബ്ബുനാ തബാറക വ തആല എന്ന് പ്രവാചകനെ പഠിപ്പിച്ച നമ്മുടെ റബ്ബ് ഇറങ്ങുമെന്ന ആശയമുള്ള ഹദീസിന് റഹ്മത്തു റബ്ബിന, റബ്ബിന്റെ കാരുണ്യം ഇറങ്ങുമെന്ന് തങ്ങളുടെ വകയായി വ്യാഖ്യാനം നൽകിയവർ ലോകത്തുണ്ടായിട്ടുണ്ട്. അതേപോലെ സിഹറുമായി ബന്ധപ്പെട്ട്, കണ്ണേറുമായി ബന്ധപ്പെട്ട്, ജിന്നുമായി ബന്ധപ്പെട്ട്, മലക്കുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന
ഹദീസിൽ വന്ന ചില പ്രയോഗങ്ങളെയെങ്കിലും സ്വന്തമായി ദുർവ്യാഖ്യാനിച്ചവർ ഇന്ന് നമ്മുടെ നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ചില ഭാഗങ്ങൾ തന്നെ വെട്ടിമാറ്റിയിട്ട് എന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന് തൊട്ട് ശേഷമുള്ള ഇല്ലാ ബിഇദ്നില്ലാ എന്ന ഭാഗം സമർത്ഥമായി ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട സിഹറുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കാൻ ശ്രമിച്ചവർ ഇന്നും നമ്മുടെ നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ എന്ന സൂറത്തു ജിന്നിലെ ആയത്ത്. അല്ലാഹുവാണ് അദൃശ്യജ്ഞാനം അറിയുന്നവൻ. ആ അദൃശ്യജ്ഞാനം ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കയില്ല. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെട്ട ദൂതന്മാർക്കല്ലാതെ എന്ന ആയത്തിൽ നിന്ന് മിർ റസൂൽ എന്ന ഭാഗം വെട്ടിമാറ്റിയിട്ട് ഇല്ലാ മൻ ഇർതദാ, അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ എന്ന് സമർത്ഥമായി തിരുമണർത്തി പാഠപുസ്തകങ്ങളിൽ പോലും അത് പഠിപ്പിക്കുന്ന സമസ്ത എന്ന സംഘം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം അത് ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും ലേഖനങ്ങൾ എഴുതിയതാണ് നമുക്ക് ശേഷമുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ നിലയ്ക്ക് സ്വന്തമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സംഘടനാ പക്ഷപാതിത്വങ്ങൾ കാത്തുസൂക്ഷിക്കാൻ, തങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സ്വാർത്ഥതകൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി മദ്ഹബി പക്ഷപാതിത്വങ്ങളും അതേപോലെ ത്വരീഖത്തും സൂഫിസവും അടക്കമുള്ള പിൽക്കാലത്ത് ഇസ്ലാമിനെ പേരിൽ കടന്നു വന്ന ഇസ്ലാമികമല്ലാത്ത വ്യാജമായ ആദർശ തലങ്ങളെ ഇസ്ലാമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി റഹ്മാനായ റബ്ബല്ലാത്തവരോട് വിളിച്ചു തേടാമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടികളിൽ പലർക്കും അദൃശ്യജ്ഞാനം അറിയുമെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവറൊന്നും സമാനമായ വരികളും അതാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചവർ, ആയത്തുകളിൽ സ്വന്തമായി കൈകടത്തലുകൾ നിർവഹിച്ചവർ, അക്ഷരങ്ങൾ മാറ്റിയവർ, ഹർക്കത്തുകൾ മാറ്റിയവർ, പദങ്ങൾക്ക് സ്വന്തമായി വ്യാഖ്യാനം നൽകിയവർ, ആ ഒരു നിലപാടുകൾ മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണമായി അംഗീകരിച്ച മുസ്ലിമീങ്ങളിൽ തന്നെയും കക്ഷി വ്യത്യാസങ്ങൾ, ആശയ വ്യതിയാനങ്ങൾ കടന്നു വന്നുവെന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ രംഗത്ത് എന്താണ് പരിഹാരം, ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ ഈ പറയപ്പെട്ട വിഷയങ്ങളിലും അല്ലാത്ത വിഷയങ്ങളിലും പ്രമാണം മുന്നോട്ട് വെക്കുന്ന ശരിയായ ആദർശം എന്ത് എന്ന് മനസ്സിലാക്കാൻ പ്രമാണം സ്വീകരിച്ചാൽ മാത്രം പോരാ. അതിനപ്പുറത്ത് ആ പ്രമാണങ്ങളെ എങ്ങനെ സ്വീകരിക്കാനാണോ നാം കൽപ്പിക്കപ്പെട്ടത്, എങ്ങനെ സ്വീകരിക്കാനാണോ നിർദ്ദേശിക്കപ്പെട്ടത്, ആ നിലയ്ക്ക് തന്നെ സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ വഴി. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പരിചയപ്പെടുത്തി. അതേ സ്വഹാബിമാർ എങ്ങനെയാണോ വിശ്വസിച്ചത് ആ നിലയ്ക്ക് വിശ്വാസം ഉൾക്കൊണ്ടാൽ അവർക്ക് നിർമാർഗം പ്രാപിക്കാമെന്നാണ് ഖുർആൻ അവിടെ പഠിപ്പിച്ചത്. സൂറത്ത് തൗബയിൽ റഹ്മാനായ റബ്ബ് പറഞ്ഞു, വസാബിഖുനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അതേ മുഹാജിറുകളും അൻസാരികളുമായ ഇസ്ലാമിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കടന്നു വന്ന ആ പ്രഗത്ഭരായ സ്വഹാബിമാർ, ആ സ്വഹാബിമാരെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റുകയും ചെയ്ത ആളുകൾ റഹ്മാനായ റബ്ബ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ റബ്ബിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ അത് റബ്ബിന്റെ തൃപ്തി നേടാൻ, ഹിദായത്ത് ലഭ്യമാകാൻ, ശരിയായ സച്ചരിതരുടെ മാർഗം സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ തിരുവചനങ്ങളുടെ പ്രഥമ സംബോധിതരായ സ്വഹാബാ കിറാം അടക്കമുള്ള ഈ ഉമ്മത്തിലെ, ഈ മുസ്ലിം സമുദായത്തിലെ ആദ്യ തലമുറകൾ എങ്ങനെയാണോ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് ആ നിലക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സ്വഹാബിമാർ ഈ പറയപ്പെട്ട ആയത്തുകളെ മുഴുവനും കേട്ടിട്ടും റബ്ബല്ലാത്തവരോട് തേടാൻ അവർ തയ്യാറായിട്ടില്ല. ഒരു ദർഗയിലേക്കും ഒരു ജാറങ്ങളിലേക്കും പ്രാർത്ഥനാ കരങ്ങളുമായി ഒരു സ്വഹാബിയും പോയിട്ടില്ല. റഹ്മാനായ റബ്ബിന് പുറമെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മരിച്ചുപോയ അംബിയായിനോട്, ഔലിയായിനോട് എന്തു പേരിട്ടാലും ശരി, ഇസ്തിഗാസ എന്ന് പേര് പറഞ്ഞാലും
അതല്ലെങ്കിൽ തവസ്സുലി എന്ന പേര് പറഞ്ഞാലും എന്തു ന്യായം പറഞ്ഞാലും മദഹിന്റെ മറവിലോ മാല മൗലിദിന്റെ പേരിലോ ഏത് പേരിലാണെങ്കിലും റബ്ബല്ലാത്ത ഒരാളിലേക്ക് പ്രാർത്ഥനാ കരങ്ങളുമായി ഒരു സ്വഹാബിയും കടന്നു ചെന്നിട്ടില്ല. അവരാരും റഹ്മാനായ റബ്ബിന് പുറമെ ഒരു ആശാ കേന്ദ്രമായും ഒരു അത്താണിയായും തങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി മുഴുജത്തിന്റെ മറവിലോ കറാമത്തിന്റെ പേരിലോ ഒരാളെയും അവരാരും മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ല. നേരെ മറിച്ച് ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ലാഹു മതി, നിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ അവൻ തന്നെ ഏറ്റവും മതിയായവനാണ്, തവക്കൽതു അലല്ലാഹ്, എല്ലാം റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു ആ സ്വഹാബിമാർ. അവരിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ വചനങ്ങൾ ഏതും ഓതിക്കേൽപ്പിക്കപ്പെട്ടപ്പോൾ സ്വന്തം വക വ്യാഖ്യാനം നൽകാൻ അവരാരും മുന്നോട്ട് വന്നിട്ടില്ല. തങ്ങളുടെ ബുദ്ധിക്കൊപ്പിച്ച് തൂക്കി നോക്കി അത് അളന്ന് തിട്ടപ്പെടുത്തി അതിനനുസരിച്ച് വെട്ടിമാറ്റാനും കൂട്ടിച്ചേർക്കാനും അവരാരും മുന്നോട്ട് വന്നിട്ടില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന ചോദ്യം പോലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അള്ളാഹു സിംഹാസനത്തിലാണെന്ന് പഠിപ്പിക്കുമ്പോൾ അല്ല, അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു സ്വഹാബിയും തയ്യാറായിട്ടില്ല. മറ്റേത് വിഷയമാണെങ്കിലും, സിഹ്റാണെങ്കിലും, ജിന്നാണെങ്കിലും, മലക്കാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമായി കാണുകയും ശരിയായ വിശ്വാസത്തെ ശരിയായ വിശ്വാസമായി കാണുകയും ചെയ്തവർ തന്നെയായിരുന്നു സ്വഹാബ കിറാം. അതുകൊണ്ട് ആ ഒരു വഴിയിലേക്ക്, സ്വഹാബത്തിന്റെ നടപടിയിലേക്ക്, ആ നിലപാടിലേക്ക്, പ്രമാണങ്ങളെ സ്വീകരിക്കുന്നിടത്ത് മുസ്ലിം ഉമ്മത്ത് എന്നാണോ എത്തിച്ചേരുന്നത്, എന്നാണ് മടങ്ങുന്നത്, അവിടെ ശരിയായ റൂട്ടിലൂടെ, ഹിദായത്തിന്റെ വഴിയിലൂടെ, റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭ്യമാകാവുന്ന മാർഗത്തിലൂടെ ചരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കും. ആ നിലയ്ക്കുള്ള ഒരു പഠനത്തിന് നിങ്ങൾ എല്ലാവരും സന്നദ്ധമാകണേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയും സംഘടനാ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയും പ്രമാണങ്ങളെ തിരുത്തുവാൻ തയ്യാറായി എന്നതാണ് മുസ്ലിം സമൂഹത്തിന് സംഭവിച്ച മുഴുവൻ അപജയങ്ങൾക്കും കാരണമെന്നും ആ അപജയങ്ങളിൽ നിന്നും ഇനി മുസ്ലിം സമൂഹം അതിൻ്റെ പഴയ ഇസ്സത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സഹാബിമാർ ഏതൊരു രൂപത്തിലാണോ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുവാൻ വേണ്ടിയും ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയും നാം തയ്യാറാകണമെന്നതാണ് മൊത്തത്തിൽ വിഷയാവതരണത്തിൽ ഫൈസൽ മൗലവി സൂചിപ്പിച്ചത്. ഓരോ വ്യക്തിയും പ്രമാണങ്ങളിൽ നിന്നും തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ പിന്നീട് അവിടെ കടന്നു വരിക ബിദ്അത്തുകൾ അഥവാ അനാചാരങ്ങളാണ്. അത്തരത്തിലുള്ള അനാചാരങ്ങൾ, അതിൻ്റെ ഗൗരവം പലപ്പോഴും സമൂഹം അറിയാതെ പോകുന്നു എന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ ജനങ്ങൾ ഓടാനുള്ള കാരണമെന്ന വിഷയവും അതിൻ്റെ ഗൗരവവുമെല്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയാവതരണത്തിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കുന്നത്. നിർവഹിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഹംസ മദീനിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, സമയം ഒരല്പം വൈകിയിട്ടുണ്ട് എന്നറിയാം. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി ഒരൽപ്പം ത്യാഗം സഹിച്ചും നമ്മൾ ഈ ഒത്തുകൂടിയിരിക്കുന്നത് നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി
സ്വാലിഹായ ഒരു കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഇസ്ലാം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രത്യേകത ഊഹാപോഹങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും സ്ഥാനമില്ലാത്ത തികച്ചും പ്രമാണബദ്ധമായ ഒരു മതമാണ് ഇസ്ലാം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും ഖുർആനല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വഹയിലൂടെയും അഥവാ അവിടത്തെ സുന്നത്തിലൂടെയും കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയ ആശയങ്ങളും ആദർശങ്ങളും കർമ്മങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളുമാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ആ ആചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും പ്രത്യേകത അത് പരിപൂർണമായും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ഇസ്ലാം ദീനിൻ്റെ മറ്റു മതങ്ങളിൽ നിന്നും അതിനെ വേർതിരിച്ചു നിർത്തുന്ന വ്യതിരിക്തത ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് അൽ ബഖാ, അത് എന്നും നിലനിൽക്കുന്ന സാർവകാലികമാണ്. രണ്ടാമത്തത് അശ്ശുമൂൽ, അതല്ലെങ്കിൽ അൽ കമാൽ, അത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാണ്, എല്ലാം ഉൾക്കൊണ്ടതാണ്. അതുപോലെ തന്നെ അത് എന്നെന്നും നിലനിൽക്കുകയും അൽ ഉമൂം, അത് എല്ലാ പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഇങ്ങനെ 3 പ്രത്യേകതകൾ ഇസ്ലാം ദീനിൻ്റെതായി നമുക്ക് കാണാൻ കഴിയും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വിശ്വാസങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന കർമ്മങ്ങൾ, അതുപോലെ തന്നെ ആചാരങ്ങൾ, സംസ്കാരങ്ങൾ എന്നുള്ളതല്ലാത്ത മറ്റൊന്നിനും ഇസ്ലാമിൽ സ്ഥാനമില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഞാൻ പരിപൂർണമാക്കി തന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇസ്ലാമിൽ വിശ്വാസകാര്യമായിട്ടുണ്ടോ അത് എന്നും വിശ്വാസമാണ്. എന്തൊക്കെ കാര്യങ്ങളാണോ അന്ന് കർമ്മങ്ങളായിട്ടുള്ളത്, ആചാരങ്ങളായിട്ടുള്ളത്, ഇബാദത്തുകളായിട്ടുള്ളത്, സംസ്കാരങ്ങളും ആചാരങ്ങളുമായിട്ടുള്ളത്, അത് എക്കാലഘട്ടത്തിലും സ്വീകരിക്കേണ്ടതും എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്നതും എല്ലാ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്കും ആ പ്രശ്നങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതും ആ കാര്യങ്ങൾക്ക് മുഴുവൻ ഉപയോഗിക്കാവുന്നതുമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൽ നിന്നുള്ള ആ ദീൻ പരിപൂർണമായും പ്രബോധനം ചെയ്യുകയും എത്തിക്കുകയും ചെയ്തു എന്നതിന് അള്ളാഹു തന്നെ സാക്ഷിയാണ് എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് തറക്തുകും അലാ മിസ്ലിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഉ അൻഹാ ഇല്ലാ ഹാലികുൻ. നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും എല്ലാ വിഷയങ്ങളിലും പ്രകാശ സമാനമായ ഒരു പാതയിലാണ്. നശിച്ചവനല്ലാതെ ദുഷിച്ചവനല്ലാതെ ആ പാതയിൽ നിന്നും തെറ്റിപ്പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് ഇസ്ലാം ദീൻ എന്നത് റസൂൽ പഠിപ്പിച്ച ആ ദീൻ മാത്രമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നത് മുൻകഴിഞ്ഞ സമൂഹങ്ങൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തതാണ്. അഥവാ അവർക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് നിന്ന് കടന്നുപോയിട്ടുള്ളത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ ചോദിക്കുകയുണ്ടായി, അല്ലമക്കും നബിയുക്കും കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ പ്രവാചകൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ,
എത്രത്തോളം മലമൂത്ര വിസർജന നിയമങ്ങളും മര്യാദകളും അടക്കം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതേ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ മറുപടി, അതെ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ പ്രവാചകനിലൂടെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലും ഞങ്ങൾക്ക് ചില നിയമങ്ങൾ പാലിക്കാനുണ്ട്. അവിടെ ഞങ്ങൾ ഖിബിലക്ക് നേരെ തിരിയാൻ പാടില്ല, അതിനെ പിന്നിട്ടിരിക്കാനും പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദബാണ്, ഒരു മര്യാദയാണ് എന്ന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെ, ഈ ഒരു ദീൻ, അതിൽ ഏതൊരു വിഷയമാണെങ്കിലും അത് പരിപൂർണമായി കഴിഞ്ഞു. അഥവാ നിസ്സാരമായ ഒരു മലമൂത്ര വിസർജനത്തിന്റെ കാര്യത്തിൽ പോലും ഇനി ഒരു പുതിയ കാര്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഇബാദത്തുകൾ നമ്മൾ പുതുതായിട്ടുണ്ടാക്കുന്നത്? അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകൾ ഉണ്ടോ അവിടെ മുഴുവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ, അതിന് അള്ളാഹു സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, വിശ്വാസികൾ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു നിയമങ്ങളും പുതുതായി ഉണ്ടാക്കേണ്ടതില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളുന്നവരാണെന്ന് പറയുന്നവർ തന്നെ അള്ളാഹുവിൻ്റെ ദീനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കുന്നു, പുതിയ നമസ്കാരങ്ങൾ ഉണ്ടാക്കുന്നു, പുതിയ നോമ്പുകൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുന്നു, അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ പുതിയ ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നത് നമ്മൾ ചിന്തിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ദീൻ പരിപൂർണമാണ് എങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ഇല്ലാത്ത ഏതൊരു കാര്യം പുതുതായി ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ, ഞാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന, ഞാൻ പരിപൂർണമാക്കി തന്ന അള്ളാഹുവിന്റെ നിഅമത്തായി നിങ്ങൾക്ക് ലഭിച്ച ഈ ദീനിൽ പുതിയ ഒരു കാര്യം ആചാരമായിട്ടോ അതല്ലെങ്കിൽ ഇബാദത്തായിട്ടോ അനുഷ്ഠാനമായിട്ടോ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. ഒരിക്കലും റസൂൽ ഉണ്ടാക്കിയ ദീനിൽ നിങ്ങൾ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കരുത്. ദീനിൽ പുതിയതുണ്ടാക്കുക എന്നത് നിങ്ങളെ ഏൽപ്പിച്ചതല്ല, അത് അള്ളാഹു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യമില്ല എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയോട് പറഞ്ഞു, യഖൂലു ലിഉസ്മാൻ ഇബ്നു ഹാദിർ ലമ്മാ ഖാല ലഹു ഔസിനി, എനിക്കൊരു ഉപദേശം തരണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം വന്ന സമയത്ത്, ഉസ്മാൻ ഇബ്നു ഹാദിർ വന്ന സമയത്ത് ആ കാര്യമായി അദ്ദേഹത്തിന് നൽകിയ ഉപദേശം എന്താണെന്നോ, ഇത്തബിഅ വലാ തബ്തദിഅ, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റിക്കോ. ദീനിൽ പുണ്യകർമ്മമാണ് എന്ന് കരുതിക്കൊണ്ട് പുതിയ ഒരു കർമ്മവും നീ ചെയ്യേണ്ടതില്ല, നീ അത് ഒഴിവാക്കണം. ഇതാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ, സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കി ഒറ്റക്ക് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവാണ് ഏറ്റവും സന്മാർഗത്തിന്റെ സുന്നത്തുകൾ ഉണ്ടാക്കി കൊടുത്തത്, നിശ്ചയിച്ചു കൊടുത്തത്. നിങ്ങൾ ആ സുന്നത്ത് കൈവിടുകയാണ് എങ്കിൽ, ആ സുന്നത്ത് നിങ്ങൾ കൈവിടുകയാണെങ്കിൽ ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്തിനെയാണ് കൈവിടുന്നത്. വലൗ തറക്തും സുന്നത നബിയിക്കും ലളലൽതും, അതെങ്ങാനും നിങ്ങൾ കൈവിടുകയാണ് എങ്കിൽ അതിലൂടെ നിങ്ങൾ ളലാലത്തിലായി പോകും എന്ന് അവർ ഗൗരവതരമായി സമൂഹത്തെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പലർക്കും തോന്നുന്നു, ഒരു ഇബാദത്തല്ലേ, ഒരു ദിക്റല്ലേ, ഒരു നോമ്പല്ലേ, ഒരു നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ചാൽ എന്താ പ്രശ്നം, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എന്താ പ്രശ്നം എന്നാണ് പലപ്പോഴും പലർക്കും തോന്നുന്നത്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. വലൗ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അത് നന്നായി കണ്ടാലും ശരി. ജനങ്ങളൊക്കെ നല്ല കാര്യമല്ലേ, എന്താ ഒരു നമസ്കാരമല്ലേ, എന്താ ഒരു ദിക്റല്ലേ, എന്താ നമസ്കാരം കഴിഞ്ഞിരുന്ന് പിറകോട്ട് തിരിഞ്ഞിരുന്ന് ആളുകളൊക്കെ വെറുതെ എഴുന്നേറ്റ് പോകുന്നതിനേക്കാൾ നല്ലത്, എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലിക്കൊടുത്ത് ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നതല്ലേ എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ നല്ലതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് ബിദ്അത്ത് തന്നെയാണ്, അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കൽ തന്നെയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക്, ആരെങ്കിലും ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി അതൊരു നല്ലതാണ് എന്ന് വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, അവന്റെ ആ പ്രവർത്തനത്തിലൂടെ, അവന്റെ ആ വാദത്തിലൂടെ യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ദീനിൽ എന്തോ വെള്ളം ചേർത്തിട്ടുണ്ട്, എന്തോ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ദീനായി പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിലെ അടുപ്പിക്കാനുണ്ടോ അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാണ്. എന്തെങ്കിലും കാര്യം നിങ്ങൾ അള്ളാഹുവിൽ നിന്നും നിങ്ങളെ അകറ്റുന്നതുണ്ടോ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് റസൂല് പഠിപ്പിച്ചതാണ്. ആ റസൂല് പറയാത്ത ഒരു കാര്യം നന്മയായിട്ട് ദീനിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ദീനിൽ വെള്ളം ചേർത്തു എന്നല്ലേ അവന്റെ യഥാർത്ഥത്തിൽ വാദം എന്ന് അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെ, ആ രൂപത്തിൽ വളരെ ഗൗരവതരമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ദീനിന്റെ ഉസൂലുകളായ വിശ്വാസ കാര്യങ്ങളാണ് എങ്കിലും, അതുപോലെ തന്നെ ദീനിന്റെ ആരാധനാകർമ്മങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും അവിടെ മുഴുവൻ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിന്നും ആളുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇന്നിന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതെടുത്തുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിലില്ല എങ്കിൽ അതനുഷ്ഠിക്കാൻ പാടില്ല. കാരണം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞത് അജ്മഅ അന്നാസ്, ജനങ്ങളുടെ ഇജ്മാ ഉണ്ട്, അഥവാ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ്, അലാ അന്ന മൻ ഇസ്തബാനത് ലഹു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു വിശ്വാസിക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഒരു വിഷയത്തിൽ ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ലം യകുൻ ലിയദഅഹാ ലിഖൗലി അഹദിൻ, ദീനിൽ സുന്നത്തായ ഒരു കാര്യം ഒരാൾ പറഞ്ഞാലും ഒഴിവാക്കാൻ പാടില്ല. അപ്രകാരം തന്നെ ദീനിൽ സുന്നത്തല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാലും അത് എടുക്കാനും പാടില്ല. അതെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക് വളരെ ഗൗരവതരമാണ്. ഒരു മനുഷ്യൻ ഏത് പണ്ഡിതനെ പിൻപറ്റുകയും പണ്ഡിതനെ ആദരിക്കുകയും ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ സുന്നത്തുമായി ബന്ധമില്ല എങ്കിൽ അത് ഒഴിവാക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പണ്ഡിതനോടുള്ള വെറുപ്പും വിരോധവുമല്ല, ആ പണ്ഡിതനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കലാണ് എന്ന് അദ്ദേഹത്തിന്റെ അർറൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ എന്തേ മുൻഗാമികളായ ഒരുപാട് പണ്ഡിതന്മാർക്ക് അറിയാതെ പോയോ? അവരൊക്കെ ഈ പറഞ്ഞത് ഒരു അബദ്ധമായിരുന്നോ? റസൂലിന്റെ സുന്നത്തിന് എതിരായിട്ട് അവർ സംസാരിച്ചതാണോ? അതെ, ഒരിക്കലും റസൂലിന്റെ സുന്നത്തിന് എതിരായിട്ട് അവർ സംസാരിച്ചതല്ല. പലപ്പോഴും അവർക്ക് സുന്നത്തിന്റെ നിയമങ്ങൾ കിട്ടാതെ പോവുകയും ഹദീസുകൾ ശരിയാം വിധം കിട്ടാതെ പോവുകയും ചെയ്തപ്പോൾ അവരുടെ അടുക്കൽ അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പല ബിദ്അത്തുകളും ഇസ്ലാമിലേക്ക് കയറിക്കൂടിയതും പല ആചാരങ്ങളും ഇസ്ലാമിൽ ഉള്ളത് നിഷേധിക്കുന്ന പ്രവണത പല ആളുകളിൽ കടന്നു വന്നിട്ടുള്ളതും. പക്ഷേ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കർമ്മങ്ങൾ അതെത്ര തന്നെ ചെറുതാടിയെങ്കിലും അത് അനുഷ്ഠിക്കുകയും അതിലില്ലാത്ത മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായും ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീൻ, അത് ആ ദീൻ പരിപൂർണമായി ഉൾക്കൊള്ളുകയും കുല്ലു ബിദ്അത്തിൻ വലാല വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ എത്ര തന്നെ നല്ലതായി കണ്ടാലും ആ കാര്യങ്ങളെ മുഴുവൻ സുന്നത്തിലില്ലേ, അള്ളാഹുവിന്റെ ദീനിലില്ലേ, അത് മുഴുവൻ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ദീനിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലാത്തത് ഒഴിവാക്കാനും ഉള്ളത്
മുഴുവൻ അനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള മാതൃക, യഥാർത്ഥ ദീൻ. ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജസാക്കല്ലാഹു അഹ്സനൽ ജസാ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ നമ്മുടെ ചോദ്യോത്തര സെഷനിലേക്ക് കടക്കുകയാണ്. ധാരാളം ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സമയം വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് 10 മണിക്ക് തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. വിഷയസംബന്ധമായി ആദർശപരമായ നമ്മുടെ നിലപാടുകൾ 2 ഗഹനമായ വിഷയാവതരണങ്ങളിലൂടെ പണ്ഡിതന്മാർ അവതരിപ്പിക്കുകയുണ്ടായി. ആ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് സദസ്സിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് നമ്മൾ ആദ്യം മുൻഗണന നൽകുക. അഥവാ എഴുതി ചോദിക്കുന്നതല്ല, മറിച്ച് ആർക്കും എണീറ്റ് നിന്ന് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. മറ്റു വിഷയങ്ങൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള മറുപടികൾ തൽക്കാലം ഈ സദസ്സിൽ പറയുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് മുൻകൂട്ടി തന്നെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ് ചോദ്യം വരേണ്ടത്. രണ്ടാമത്തെ ചോദ്യം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുമാണ് വരേണ്ടത്. ചോദ്യം ചോദിക്കുന്ന ആളുകൾ മുന്നോട്ട് കടന്നു വന്നാൽ അവർക്ക് ചോദ്യം ചോദിക്കുവാൻ ആവശ്യമായ മൈക്രോഫോൺ കൈകളിലേക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ളത്, തൻ്റെ പേരും തങ്ങൾ കടന്നു വരുന്ന ക്യാമ്പസും ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റിയാസ്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ള ഒരു വിമർശനത്തെ പറ്റിയാണ്. അതായത് എൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഒരു രാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഹദീസ് നിഷേധികൾ സാധാരണയായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെതിരെ ഉന്നയിക്കുന്ന പല ദുരാരോപണങ്ങളിൽ ഒരു ആരോപണമാണ് ഇവിടെ ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുയെ ഇങ്ങനെ ക്രൂശിക്കുവാനുള്ള പ്രധാന കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വീകാര്യനില്ല എന്ന് വരുത്തി തീർത്താൽ ഹദീസിൻ്റെ ബഹുഭൂരിഭാഗവും തള്ളിക്കളയാം എന്ന കുബുദ്ധി മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരോപണങ്ങളുമായി കടന്നു വരാറുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ആളുടെ അടുക്കലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സേവനം ചെയ്ത ഒരാളായിരുന്നു എന്ന രീതിയിൽ പിൽക്കാലക്കാലത്ത് ഉള്ള ഷിയാക്കൾ ചില കള്ളക്കഥകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഷിയഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരം ഒരു കള്ളക്കഥ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കെട്ടിയുണ്ടാക്കിയത്. യാതൊരു അടിസ്ഥാനവും ആ കഥയ്ക്കില്ല എന്ന് മാത്രമല്ല,
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പടച്ചുണ്ടാക്കിയ ദുരാരോപണങ്ങളിൽ 99% പടച്ചുണ്ടാക്കിയവർ ഷിയാക്കളാണ്. അലി റളിയല്ലാഹു അൻഹുയെ വധിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുയെ വധിച്ച ആളാണ്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ അഹ്ലു ബൈത്തിനോട് വിരോധം വെച്ചു പുലർത്തിയ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് വരുത്തി തീർക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കള്ളക്കഥയിലൂടെ അവർ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ഒരു ആരോപണമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഈ വിഷയത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ പുസ്തകങ്ങൾ മലയാളത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്തു. ഈ വിഷയത്തിൽ അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ളതാണോ ചോദിച്ചത്, അതോ ഹദീസിനെ മൊത്തം? മൊത്തത്തിൽ അത് രണ്ടോന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ച അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പരിഭാഷപ്പെടുത്തിയിട്ടുള്ള മുസ്തഫ സബായിയുടെ ഇസ്ലാമിക ശരീഅത്തിൽ സുന്നത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്ന പുസ്തകം ഈ വിഷയത്തിൽ സമഗ്രമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുമുള്ള മറുപടി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അറബിയിലും ഇംഗ്ലീഷിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾക്ക് ദിഫാഉൻ അൻ അബീ ഹുറൈറ എന്ന് പറയുന്ന വളരെ കനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും നിങ്ങൾ നെറ്റിൽ പോയി നോക്കിയാൽ പരിശോധിച്ചാൽ കിട്ടും. മലയാളത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം അമാനി മൗലവി പരിഭാഷപ്പെടുത്തിയ ഈ പുസ്തകമാണ്. അല്ലാഹു അലം സവ. അടുത്ത ചോദ്യം സഹോദരികളുടെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സഹോദരിമാരുടെ ഭാഗത്തു നിന്നുമില്ല എങ്കിൽ ഇവിടെ എഴുതി കിട്ടിയ ചോദ്യത്തിൽ നിന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. മരണപ്പെട്ട മഹാന്മാരോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സഹായം തേടുന്നത് എങ്ങനെയാണ് ശിർക്കാകുന്നത്? യാ ഇബാദല്ലാ എന്ന ഹദീസ് കൊണ്ട് മുൻഗാമികളായ ഇമാമുമാർ പോലും അമൽ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ഉർത്തുബിയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ചെന്ന് സഹായം തേടിയ ഒരു സംഭവം കൃത്യമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ടല്ലോ. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരണപ്പെട്ട മഹാന്മാരോട് സഹായത്തേട്ടം നടത്തുന്നത് അത് ശിർക്കല്ല, അനുവദനീയം തന്നെയാണ് എന്നല്ലേ ഉത്തരം ഫൈസൽ മുസ്ലിയാർ പറയുന്നതാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ള പലവിധ ന്യായങ്ങളാണ് ഇവിടെ വിവിധങ്ങളായ ചോദ്യങ്ങളായി വന്നിരിക്കുന്നത്. ഇനിയും ആ ഗണത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. സമയപരിമിതി പരിഗണിച്ചുകൊണ്ട് എല്ലാം ഒന്നിച്ച് ചുരുക്കി വിശദീകരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നല്ലതാണ്, ഒരു 8 മിനിറ്റ്. പലർക്ക് എണീക്കണം എന്നുണ്ട്, പക്ഷേ എങ്ങനെ എണീക്കുക എന്നുള്ളൊരു മടി കൊണ്ടാണ്. ഒന്ന് കൈയൊക്കെ പൊക്കിക്കൊള്ളി വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ. ഇരിക്കാനായി നിങ്ങൾക്ക് തോന്നിയാൽ ഇരിക്കാം. ശരി,
കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, മുഅ്ജിസത്ത് കറാമത്തിൽ നിന്നാണ് തുടങ്ങിയ ന്യായങ്ങൾ. അതിന് ഉപോത്ബലകമായി അങ്ങനെ ചോദിച്ച ചില സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല സ്വപ്നകഥകളും അതേപോലെ ചില കെട്ടുകഥകളുമൊക്കെ പലരും കൊണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത് അല്ലെങ്കിൽ അതിൻ്റെ പര്യായമായി വരുന്ന സഹായാർത്ഥന അത് റഹ്മാനായ റബ്ബ് മാത്രം അർഹിക്കുന്ന ഒന്നാണ് എന്ന് പ്രമാണങ്ങൾ സംശയ ലേശമന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിരിക്കെ നമ്മുടെ തേട്ടങ്ങൾ കേൾക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും ഉള്ള അത്തരം ഒരു കഴിവ് അംബിയാഇനോ ഔലിയാഇനോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രശ്നമില്ല, നൽകിയിട്ടില്ല. നൽകി എന്ന് പ്രമാണങ്ങൾ എവിടെയും പരിചയപ്പെടുത്തിയിട്ടുമില്ല. മുഅ്ജിസത്ത്, കറാമത്ത് എന്നിവ ലോകത്തുള്ള ഏത് മനുഷ്യൻ്റെയും വിളി കേൾക്കാനും അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനുമുള്ള ഒരു കഴിവായി പ്രമാണങ്ങൾ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ല. മുഅ്ജിസത്തിനെയും കറാമത്തിനെയും തെറ്റായി മനസ്സിലാക്കിയതാണ് യഥാർത്ഥത്തിൽ അത്തരം ന്യായങ്ങൾക്കുള്ള അടിസ്ഥാനം എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിവിധങ്ങളായ ആവശ്യങ്ങളും അവരെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങളും പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഅ്ജിസത്തോ കറാമത്തോ തൽക്കാലം ഒരു ന്യായം പറയുന്നു എന്നല്ലാതെ ഇതൊന്നും ന്യായീകരിക്കാൻ അതൊന്നും വകുപ്പല്ല എന്ന കാര്യം തീർച്ചയാണ്. ഉദാഹരണമായി മാലപ്പാട്ടുകളിൽ ശൈഖന്മാരെ പറ്റി പരിചയപ്പെടുത്തിയത് വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബൂളതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്നാണ്. ലോകത്ത് ഏതു നാട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ശരി, ആ വിളിച്ചവന്റെ വായ പൂടും മുമ്പ് അവന് മുഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം ചെയ്യുമെന്നാണ് മുഹീദ്ദീൻ മാലയിൽ പരിചയപ്പെടുത്തിയത്. ഏതു നാട്ടിൽ നിന്ന് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, ഏതു സമയത്ത് വിളിച്ചാലും, ഏത് ആവശ്യത്തിന് വിളിച്ചാലും, ആര് എപ്പോൾ എന്തിനു വേണ്ടി എവിടെ നിന്ന് വിളിച്ചാലും ശരി, ആ വിളിച്ചവിടെ എല്ലാം വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്ജിസത്തിന്റെയോ കറാമത്തിന്റെയോ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യമായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ഭാഷ പ്രശ്നമല്ലാതെ, ദേശം പ്രശ്നമല്ലാതെ, ആവശ്യം പ്രശ്നമല്ലാതെ വിളിക്കുന്ന ഓരോരുത്തരെയും പ്രശ്നങ്ങൾ അറിയുകയും ആ വിളി കേൾക്കുകയും അവനെ മനസ്സിലാക്കുകയും അവന്റെ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുക എന്നത് ഏത് സൃഷ്ടിക്കാണ് അല്ലാഹു തആല അത്തരം കഴിവുകൾ നൽകിയിട്ടുള്ളത്? സമാനമായ ഒട്ടനേകം വിശ്വാസങ്ങൾ ഈ പാട്ടുകളിൽ, മാലകളിൽ, മൗലീദുകളിൽ, റാത്തീബുകളിൽ, കുത്തുബിയ്യത്തുകളിൽ എല്ലാം രേഖപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തിനും ഏതിനും എപ്പോഴും ഓടിയെത്തുന്ന, എവിടെയും രക്ഷയ്ക്കായി വരുന്നവരായി അവരെ പരിചയപ്പെടുത്തുന്നു. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടുത്തി എന്ന പരാമർശങ്ങൾ ആ പാട്ടുകളിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബിയുടെ കൂടെ, ഇസ്മായിൽ നബിയുടെ കൂടെ, ഇസ്ഹാഖ് നബിയുടെ കൂടെ, മൂസാ നബിയുടെ കൂടെ, ഈസാ നബിയുടെ കൂടെ അലൈഹിമുസ്സലാം എല്ലാം ഷെയ്ഖ് ഉണ്ടായിരുന്നുവെന്നാണ് ഈ പാട്ടുകൾ പരിചയപ്പെടുത്തുന്നത്. വകുന്തു മഅ ഇബ്രാഹീമ മുൽഖം ബിനാരിഹി വമാ ബാറദന്നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അഭിമുഖമായിക്കൊണ്ട് എന്നാണ്. എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ തീയെന്ന് തണുത്തുപോയത് എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞുവെന്ന പേരിൽ ആരോ പ്രചരിപ്പിച്ച കള്ളക്കഥകൾ ഈ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രയിൽ ആകാശ ലോകത്ത് വെച്ച് ആ പ്രവാചകരെ സംരക്ഷിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖാണ് എന്ന് ഈ പാട്ടുകളിൽ കാണാൻ നമുക്ക് സാധിക്കും. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്ത് നിന്ന് സിനഹർ നബിയോർക്ക് യർമാനമായോവർ അവരെ ചുമന്നെന്ന് ഖബ ഖൗസൈനയിൽ എത്തിച്ച് ബർക്കത്തും വാങ്ങിത്തെളിന്തോവർ എന്ന് പാട്ടുകളിൽ പഠിപ്പിക്കുകയാണ്. സമാനമായ ധാരാളം ആശയങ്ങൾ. ഇതിനൊക്കെ ന്യായം പറയാൻ മുഅ്ജിസത്ത് എന്നോ കറാമത്ത് എന്നോ ഉള്ള ന്യായം ഒരിക്കലും പര്യാപ്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുഅ്ജിസത്ത് നയിക്കുന്നവരെ കണ്ടവരാണ് സ്വഹാബിമാർ. അതേപോലെ കറാമത്തുകൾ ഏറ്റവും അധികം ഉണ്ടാവേണ്ടത് ആ സ്വഹാബിമാർക്കാണ്. എന്നിട്ടും ആ സ്വഹാബിമാർ ആരും കഴിഞ്ഞുപോയ അമ്പിയാക്കളോടോ തങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള പ്രവാചകരോട് അവിടുത്തെ അസാന്നിധ്യത്തിലോ അതല്ലെങ്കിൽ ആ പ്രവാചക കാലശേഷം അവിടുത്തെ ഖബറിങ്കൽ വന്നോ മഴയെ തേടിയ, സഹായമർത്ഥിച്ച,
രോഗം സുഖപ്പെടാനായി പ്രാർത്ഥിച്ച, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയ ഒരു സംഭവം പോലും ഇല്ല, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ അൽ അംറു ബിൽ ഇത്തിബാഅ് എന്ന ഗ്രന്ഥത്തിൽ അക്കാര്യം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. വഅന്ന സ്വഹാബ വഖദ് അജ്ദബു മർറാത്തിൻ വദഹമത്തുഹും നവാഇബു ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തഗാസു വസ്തസ്ഖൗ ഇൻദ ഖബ്രി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകകാല ശേഷം സ്വഹാബിമാർക്ക് പല പ്രയാസങ്ങളും വിപത്തുകളും ക്ഷാമവും എല്ലാം ഉണ്ടായിട്ടും അവരാരും നബി തങ്ങളുടെ ഖബറിൽ വരികയോ മഴയെ തേടുകയോ സഹായമർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഒരു കഥയുണ്ടല്ലോ, ഇവിടെ മറ്റൊരു കഥയുണ്ടല്ലോ, ഒരു അറാബി കഥയുണ്ടല്ലോ, ഒരു ഉത്ബി കഥയുണ്ടല്ലോ, തഫ്സീറിലുണ്ടല്ലോ, ചരിത്രത്തിലുണ്ടല്ലോ എന്ന ന്യായം പറഞ്ഞ് ഇസ്ലാമിന്റെ വിശ്വാസരംഗത്തെ അതിപ്രധാനപ്പെട്ട ഒരു മേഖലയെ ഒരിക്കലും അത്തരം അടിസ്ഥാനരഹിതമായ കഥകളെ കൊണ്ട് ഒരിക്കലും സ്ഥാപിക്കപ്പെടാവതല്ല. ചില തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ചില കഥകൾ വന്നിട്ടുണ്ടാവാം, ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടിട്ടുണ്ടാകാം, ഏതെങ്കിലും പിൽക്കാല ഗ്രന്ഥങ്ങളിൽ അത്തരം കഥകൾ ഒരുപക്ഷെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. ആ ഉദ്ധരിച്ചവരെ പോലും ആ കഥ അടിസ്ഥാനപ്പെടുത്തി അത് പ്രമാണമാണ് എന്നോ അത് സ്വീകാര്യമാണ് എന്നോ അതുപ്രകാരം നമ്മളും പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നോ അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് സാന്ദർഭികമായി ചില സംഭവങ്ങൾ ഉദ്ധരിച്ചു പോയുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ ചില കഥകൾ സ്ഥാനം പിടിച്ചേക്കാമെന്നല്ലാതെ അത്തരം കഥ കൊണ്ടൊരിക്കലും അഭൗതികമായ തേട്ടങ്ങളെ റബ്ബല്ലാത്തവരേക്ക് തിരിച്ചുവിടാൻ ഒരിക്കലും ന്യായമല്ല. അതാണല്ലോ പ്രാർത്ഥന. ഭൗതികമായ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോകം നീങ്ങുന്നത്. അതാണ് കാര്യകാരണ ബന്ധമെന്ന് പറയുന്നത്. ഏതു കാര്യം നടക്കാനും ഒരു കാരണമുണ്ട്, ആ കാരണവുമായി ബന്ധപ്പെടുക. ഈ ശബ്ദം നിങ്ങളിലേക്ക് എല്ലാവർക്കും എത്താൻ സ്വാഭാവികമായും സാധ്യമല്ലാത്തത് കൊണ്ട് അത് എത്തിക്കുക എന്ന കാര്യം നടക്കാൻ മൈക്ക് ഉപയോഗിക്കുക എന്ന കാരണവുമായി ബന്ധപ്പെടുന്നു. എന്ന പോലെ വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുക എന്ന കാരണവുമായി ബന്ധപ്പെടുന്നു. ദാഹം ശമിക്കാൻ വെള്ളം കുടിക്കുക എന്ന കാരണവുമായി ബന്ധപ്പെടുന്നു. സസ്യങ്ങൾ ഉണ്ടാകാൻ, കൃഷി ഉണ്ടാകാൻ വിത്തിറക്കുക എന്ന കാരണവുമായി ബന്ധപ്പെടുന്നു. ഈ ലോകത്ത് റഹ്മാനായ റബ്ബ് സംവിധാനിച്ച സംവിധാനം അങ്ങനെയാണ്. മനുഷ്യരാകട്ടെ, മലക്കാകട്ടെ, ജിന്നാവട്ടെ, പക്ഷിയാവട്ടെ, മറ്റ് മൃഗങ്ങളാവട്ടെ, മറ്റേത് ജീവികളാവട്ടെ, അവയെല്ലാം മുന്നോട്ട് പോകുന്നത്, അവയെല്ലാം പ്രവർത്തിക്കുന്നത്, അവയെല്ലാം കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, ഇടപഴകുന്നത്, അവയെല്ലാം പ്രവർത്തിക്കുന്നത് അവർക്ക് നിശ്ചയിച്ച കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മനുഷ്യന്റെ കാഴ്ച അതിന് മിനിമം ലിമിറ്റ് ഉണ്ട്, മാക്സിമം ലിമിറ്റ് ഉണ്ട്. എന്ന പോലെ പക്ഷികളുടെ, മൃഗങ്ങളുടെ കാഴ്ചക്കും കേൾവിക്കുമുണ്ട് ലിമിറ്റുകൾ. ജിന്നിന്റെയും മലക്കിന്റെയും കാഴ്ചക്കും കേൾവിക്കുമുണ്ട് ലിമിറ്റുകൾ. അവർക്ക് നിശ്ചയിക്കപ്പെട്ട കാര്യകാരണ ബന്ധം എന്താണോ, അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഭൗതികമായ പരിധിയും പരിമിതിയും എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഏതു മലക്കിനും, ഏതു ജിന്നിനും, ഏതു മനുഷ്യനും, ഏത് പിശാചിനും, ഏത് മൃഗത്തിനും, ഏത് പക്ഷിക്കും, ഏത് സൃഷ്ടിക്കും പ്രവർത്തിക്കുവാൻ സാധിക്കും. അതിനധീനമായ പ്രവർത്തനങ്ങൾ, ഭൗതികമായ സംവിധാനങ്ങൾക്കധീനമായ അഭൗതിക മാർഗത്തിലുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കധീനമായ കാഴ്ചയും കേൾവിയും കഴിവും അറിവും എല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമാണ്. അവൻ സമീആണ്, അവൻ ബസീറാണ്, അവൻ ഖദീറാണ്, അവൻ അലീമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ കേൾക്കും പോലെയല്ല, മറ്റും ജീവജാലങ്ങൾ കേൾക്കും പോലെയല്ല, ആ സൃഷ്ടികൾ അറിയും പോലെയല്ല, ആ സൃഷ്ടികൾ ഇടപെടും പോലെയല്ല, അവർ സഹായിക്കും പോലെയല്ല. ആ കാരണങ്ങൾക്കതീതമായി അഭൗതികമായ മാർഗത്തിൽ റഹ്മാനായ റബ്ബിന് മാത്രമാണ് അവയെല്ലാം നിർവഹിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ അഭൗതികമായ മാർഗത്തിലുള്ള ഒരു സഹായാർത്ഥന, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ ഒരു സഹായാർത്ഥന, അതിനെയാണ് ഇസ്ലാം പ്രാർത്ഥന എന്ന് പരിചയപ്പെടുത്തിയത്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യൻ അയൽവാസിയെ കണ്ട്, സുഹൃത്തിനെ കണ്ട്, ഒരു പണക്കാരെ ചെന്ന് കണ്ട് തന്റെ പരാതി പറയുമ്പോൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികമായി വല്ലതും തന്ന് അയാളെന്നെ സഹായിക്കുമെന്നാണെങ്കിൽ അത് ഭൗതിക മാർഗത്തിലാണ്. എന്നാൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ റബ്ബേ ഞാൻ കടത്തിലാണ് എന്ന് പറഞ്ഞ് ആ റബ്ബിന്റെ മുമ്പിൽ സങ്കടം പറയുമ്പോൾ റബ്ബെനിക്ക് തൽക്കാലം ഒരു ചെക്ക് നൽകുമെന്നോ, തൽക്കാലം അല്പം പണം എനിക്ക് തന്ന് എന്നെ സഹായിക്കുമെന്നോ, ആ നിലക്ക് ഭൗതികമായി റബ്ബിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ റബ്ബിനേക്ക് ഒരു നോട്ടിന്റെ കെട്ടുമായി കടന്നു വരുമെന്നോ അയാൾ വിശ്വസിക്കുന്നില്ല.
അതിനധീരമായി എല്ലാ സബബുകളെയും എല്ലാ കാരണങ്ങളെയും മറികടന്നുകൊണ്ട് റഹ്മാനായ റബ്ബിന് എന്നെ സഹായിക്കാൻ കഴിയുമെന്നാണല്ലോ വിശ്വാസം. മുഹീദ്ദീൻ ഷെയ്ഖേ, ഞാൻ കടത്തിലാണ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മമ്പുളം തങ്ങളെ, റിഫായി ഷെയ്ഖേ, ബദരീങ്ങളെ, ജിന്നെ, മലക്കെ, ഞാനിതാ കടക്കാരനാണ്, എന്നെ സഹായിക്കണേ എന്നൊരാൾ തേടുന്നുവെങ്കിൽ അവിടെ ഭൗതികമായ സംവിധാനങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിൽ എന്നെ സഹായിക്കുമെന്നാണോ അയാളുടെ ധാരണ? ആണല്ലോ എങ്കിൽ അതിനെയാണ് അവരോടുള്ള പ്രാർത്ഥന എന്ന് പരിചയപ്പെടുത്തിയത്, അതിനെയാണ് ശിർക്ക് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ ശിർക്ക് ഉൾക്കൊള്ളുന്ന, അത്തരം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ധാരാളം വരികൾ മാലപ്പാട്ടിലുണ്ട്, മൗലിദ് കിതാബിലുണ്ട്, നാരിയ സ്വലാത്തിലുണ്ട്, കുത്തുബിയത്തിലുണ്ട്, സമാനമായ പല പല പദ്യങ്ങളിലും ഗദ്യങ്ങളിലും പദ്യഗദ്യ സമ്മിശ്രങ്ങളിലുമുണ്ട്. അതുകൊണ്ട് അവയൊന്നും സ്വീകാര്യമല്ല. ആരെന്ത് കഥയുമായി വന്നാലും, ഏതു കെട്ടുകഥകളും ഏത് ഉമ്മാമക്കഥകളും അടിസ്ഥാനമാക്കി അല്ല ഇസ്ലാമിലെ വിശ്വാസങ്ങൾ നാം സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രമാണങ്ങളിൽ നിന്ന്, ആ പ്രമാണങ്ങളുടെ അവതരണങ്ങൾക്ക് നേർക്കുനേർ സാക്ഷ്യം വഹിച്ച സ്വഹാബത്തും ശേഷമുള്ള ആദ്യ തലമുറകളും എങ്ങനെയാണോ അവയെ നോക്കിക്കേണ്ടത്, ആ നിലയ്ക്ക് തന്നെ നാം അത് സമീപിക്കുക. എങ്കിൽ ഇത്തരം കബളിപ്പിക്കപ്പെടുന്ന വാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായേക്കാം. ഒരുപക്ഷെ പലവിധ ന്യായങ്ങൾ അതിന് പറയും, അതുമായി നടക്കുന്ന ആളുകളുടെ മഹത്വങ്ങൾ പറയും. ഈ ശിർക്കും ഈ ഖുറാഫാത്തും ഈ ബിദ്അത്തും പ്രചരിപ്പിക്കുന്ന ആളുകളുടെ അറിവും കഴിവും മേന്മയും അവരുടെ ചില കറാമത്ത് കഥകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കഥകളുമായി പലരും വരും. അതൊന്നും ഒരു കാര്യം ഇസ്ലാമികമാവാനുള്ള മാനദണ്ഡമല്ല എന്നുകൂടി നാം തിരിച്ചറിയുക. അല്ലാഹു അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എൻ്റെ പേര് ജിംഷിദ്, MES എറണാകുളത്ത് നിന്ന് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനടുത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതകാലത്ത് കേട്ടിരുന്നത് പോലെ, ഇപ്പം ഞാൻ പറയുന്നത് ഇവരൊക്കെ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള നിലക്ക് പോയിട്ട് നബിയുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്? അതാണ് എനിക്ക് ഒന്നാമത് ചോദിക്കാനുള്ളത്. പിന്നെ ഈ ഒത്തുബിയുടെ സംഭവമൊക്കെ പറഞ്ഞല്ലോ, അതുപോലത്തെ പല കഥകളും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ബിദായയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഈ കഥകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരാരെങ്കിലും ഇത് ശിർക്കാണ് എന്ന് അതിൻ്റെ അടിക്കുറിപ്പായിട്ടോ മറ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചത് അതല്ല, അത് വൈഷ്ണവർക്ക് മനസ്സിലായി ഉണ്ടാവും. പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ കാല പണ്ഡിതന്മാരൊക്കെ മദ്ഹബിനെ തക്ലീദ് ചെയ്ത ആളുകളായിരുന്നു. ഇപ്പോൾ ഈ ബുഹാരി മുസ്ലിമൊക്കെ കണ്ട ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിനെ തക്ലീദ് ചെയ്ത ആളുകളായിരുന്നു. അവരൊക്കെ ഈ കുനൂത്ത് എന്നുള്ള ബിദ്അത്ത് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇവർ ഹദീസ് കണ്ടിട്ടും ഈ ബിദ്അത്ത് ചെയ്തോ? അപ്പോൾ അവരൊക്കെ മുബദ്ദികളായോ എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ തപ്പോളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉത്ബി കഥയും സമാനമായ കഥകളും അറിയാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഉത്ബി കഥ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലശേഷം 230 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന ഒരു കഥ. പ്രവാചകന്റെ ഖബറിങ്കൽ വന്ന് ഒരാൾ ഒരു പാട്ടുപാടി എന്നും അത് ഉത്ബി എന്ന് പേരുള്ള ഒരാൾ കണ്ടുവെന്നും ശേഷം ഈ പാട്ടുപാടിയ ആൾ മടങ്ങിപ്പോയി. ഈ കണ്ട ഉത്ബി അവിടെ ഇരുന്ന് ഉറങ്ങി. ആ ഉറക്കത്തിൽ പ്രവാചകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അൽഹിഖിൽ ഉത്ബി ഫബശ്ശിർഹു അന്നഹു ഖദ് ഗുഫിറ ലഹു. നീ ആ മനുഷ്യൻ ആ അറാബിയെ ചെന്ന് കണ്ട് അയാളോട് പറയുക, അയാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞുവെന്നാണ് ഒരു കഥയുള്ളത്. യഥാർത്ഥത്തിൽ സ്വീകാര്യയോഗ്യമായ പരമ്പരകളോ ആ നിലക്ക് അവലംബിക്കാവുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടോ ഉദ്ധരിക്കപ്പെട്ട ഒരു കഥയല്ല ഈ ഒരു കഥ. ഈ ഒരു ഉത്ബി ആരാണ് എന്നോ ഈ അറാബി ആരാണ് എന്നോ ഒന്നും അങ്ങനെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമല്ല. മാത്രമല്ല, ഒരു അറാബി വന്ന് പറഞ്ഞു എന്നാണ് അതിൽ പോലും ഉള്ളത്. ഒരു ഗ്രാമീണവാസി, ഒരു അറാബി, അയാൾ ആരാണ്, അയാൾ എന്താണ് അയാളുടെ രീതി, അയാൾ എത്രമാത്രം ഇസ്ലാമിൽ പ്രാമാണികരാണ് എന്നൊന്നുമുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത്. അതിനപ്പുറത്ത് സ്വീകാര്യയോഗ്യമായ പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു കഥയുമല്ല. ഇനി അവിടെയും പ്രവാചകൻ എൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്നോ നബിയോട് എൻ്റെ പാപം പൊറുക്കണേ എന്ന് തേട്ടമോ ഒന്നും നമുക്കതിൽ കാണാൻ സാധിക്കുന്നുമില്ല. ചില പദപ്രയോഗങ്ങൾ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ചില പദപ്രയോഗങ്ങൾ അതിലുണ്ട് എന്നതൊഴിച്ചാൽ നബിയെ എൻ്റെ പാപം പൊറുക്കണേ എന്നോ നബിയെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ എന്നോ
ആ അറാബി പോലും പറഞ്ഞതായി ആ കഥയിലും വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലാണ് അത് ശിർക്കാണ് എന്ന് അവർ കൂട്ടത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുക. പിൽക്കാലത്ത് നമ്മുടെ നാടുകളിലാണ് ആ പാട്ടിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നബിയോട് പാപമോചനത്തെ തേടാമെന്നും ഇസ്തിഗ്ഫാറിനായി ചോദിക്കാമെന്നും ഒക്കെയുള്ള ന്യായങ്ങൾ നമ്മുടെ നാടുകളിലാണ് പിൽക്കാലത്ത് ഉണ്ടായി വന്നത്. അതല്ലാതെ അത് ഉദ്ധരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാരോ അത് കൈകാര്യം ചെയ്ത മുൻകാല ഇമാമിയങ്ങളോ അവരാരും തന്നെ ഇതടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നബിയോട് നമുക്ക് തേടാമെന്നും നബി അത് കേൾക്കുമെന്നും നബി നമ്മളെ പ്രശ്നം പരിഹരിക്കുമെന്നുമൊന്നും രേഖപ്പെടുത്തിയതായി കാണുക സാധ്യമല്ല. മറ്റൊന്ന്, ആ ഖബറിൽ ചെന്ന് നബിയോട് പറഞ്ഞാൽ നബി ജീവിതകാലത്തുള്ളത് പോലെ തന്നെ ഇപ്പോഴും കേൾക്കുന്നുണ്ട് എന്ന നിലക്കാണെങ്കിൽ ചോദിക്കാമോ എന്നാണ്. ഇല്ല എന്ന് വ്യക്തമായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതാണല്ലോ. സ്വഹാബത്തിന്റെ നിലപാടും അതാണല്ലോ. പ്രവാചകൻ വഫാത്തായി കിടക്കുന്ന ആ സമയത്ത് പോലും നബി തങ്ങൾ വഫാത്തായോ ഇല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം സ്വഹാബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വഹാബിയും പറഞ്ഞില്ല നബി ഇവിടെ ഉണ്ടല്ലോ, വഫാത്തായി എന്നല്ലേ ഉള്ളൂ, ആ കേൾവി ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് നബിയോട് ചോദിക്കാം നബിയെ താങ്കൾ വഫാത്തായിട്ടുണ്ടോ എന്നൊരു സ്വഹാബിയും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആര് ഖലീഫയാകണം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നബിയോട് നമുക്ക് ചോദിക്കാമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. നബിയെ എവിടെ മറവ് ചെയ്യണം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല നമുക്ക് നബിയോട് ചോദിക്കാമെന്ന്. എല്ലാം കഴിഞ്ഞ് മറമാടപ്പെട്ടതിന് ശേഷം ആ ഖബറിൽ ചെന്ന് നബി കേൾക്കുമെന്ന് ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം തന്നെ ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിലുള്ള ചോദ്യവും മൗഢ്യമാണ് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെയുള്ളത്, പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാർ, ഇമാം നബവിയെ പോലുള്ള പല പണ്ഡിതന്മാരും മദ്ഹബ് സ്വീകരിച്ചവരാണല്ലോ. അതുകൊണ്ട് ഖുനൂത്ത് പോലുള്ള ചില ബിദ്അത്തുകൾ അവരൊക്കെ ചെയ്തതായി കാണുന്നു. ഹദീസ് കണ്ടിട്ടും എന്തുകൊണ്ട് അവർ ആ രീതി സ്വീകരിച്ചുവെന്നാണ്. അവർ പല പണ്ഡിതന്മാരും ഹദീസുകളെ സമീപിക്കുന്ന അടിസ്ഥാന നിയമങ്ങളിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ അതിന് കാരണമായിട്ടുണ്ട്. മദ്ഹബുമായി ബന്ധപ്പെട്ട് വേറെയും ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അതും അതിലേക്ക് കൂട്ടി വായിക്കുക. അഥവാ ഹദീസുകളെ വീക്ഷിക്കുന്നിടത്ത് ആയത്തുകളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് മതനിയമങ്ങൾ കണ്ടെത്തുന്നിടത്ത് വ്യത്യസ്തങ്ങളായ ബേസിക് നിയമങ്ങൾ സ്വീകരിച്ചവരാണ് പണ്ഡിതന്മാരിൽ പലരും. ചിലർ ചില ഹദീസുകളെ സ്വഹീ എന്ന് പറയുമ്പോൾ മറ്റു ചിലർ ആ ഹദീസിനെ ലഈഫ് എന്ന് പറയും. ഒരു പണ്ഡിതൻ ഒരു കാലഘട്ടത്തിൽ സ്വഹീ എന്ന് പറഞ്ഞതിനെ പിന്നീട് അദ്ദേഹം ലഈഫ് എന്ന് മാറ്റി പറയാറുണ്ട്. ഒരു കാലത്ത് ലഈഫ് എന്ന് പറഞ്ഞത് പിന്നെ കൂടുതൽ പഠിക്കുമ്പോൾ സ്വഹീഹ് എന്ന് മാറ്റി പറയാറുണ്ട്. അതേപോലെ അടിസ്ഥാന നിയമങ്ങളിലെ സൂക്ഷ്മമായ പോയിന്റുകളെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് ചില ഹദീസുകളെ സ്വഹീഹാണ് എന്ന് ചിലർ ധരിക്കാറുണ്ട്. ആ നിലക്കും അവർ പക്ഷേ ആ ഹദീസ് സ്വഹീഹാണ് എന്ന ധാരണയിൽ ഇന്ന കാര്യം സുന്നത്താണ് എന്ന് അവർ പറയാറുണ്ട്. അതുകൊണ്ടൊരിക്കലും അവരെ ബിദ്അത്ത് സ്ഥാപിച്ചുവെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. ഉദാഹരണമായി റമദാൻ നോമ്പ് കഴിഞ്ഞാൽ ശവ്വാലിലെ 6 നോമ്പ് ഷാഫി മദ്ഹബിൽ അത് സുന്നത്താണ്, നോറ്റാൽ കൂലിയുണ്ട്, നോറ്റില്ലെങ്കിൽ കുറ്റമില്ല എന്ന് മാത്രം. മാലിക്കി മദ്ഹബിൽ ആ നോമ്പ് കറാഹത്താണ്, നോറ്റില്ലെങ്കിൽ കൂലിയുണ്ട്, നോറ്റാൽ കുറ്റമില്ല എന്ന് മാത്രം. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇമാം മാലിക് പറഞ്ഞ ന്യായം, ഇതിൽ വന്ന ഹദീസുകളൊന്നും സ്വഹീഹായ ഒരു ഹദീസും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇമാം മാലിക് പറയുന്നു. അതുകൊണ്ട് ഇമാം മാലിക് ഒരു സുന്നത്തിനെ തിരസ്കരിച്ചുവെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ ഹദീസ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ സ്വീകാര്യോഗ്യമായതാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ ഹദീസ് പ്രകാരം പറയുമായിരുന്നു. ഇമാം മാലിക്കിന്റെ ശിഷ്യൻ ഇമാം ഷാഫി റഹിമഹുല്ലാ ആ ഹദീസ് സ്വഹീഹാണെന്ന് പഠിപ്പിച്ചു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ആ ഹദീസ് തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത വിധം ആ ഹദീസ് സ്വീകരിക്കപ്പെട്ടു. അതോടുകൂടി ഇനി ഇമാം മാലിക് ഹദീസിനെതിരായി പറഞ്ഞുവെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. ഗവേഷണത്തിൽ ഒരു അബദ്ധം പറ്റിയാൽ അദ്ദേഹത്തിന് അതിന് പ്രതിഫലം കിട്ടുമെന്നാണ് ഹദീസ് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നതുപോലെ ഖുനൂത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളെ സ്വഹീഹാണ് എന്ന് വിശ്വസിച്ച ചില പണ്ഡിതന്മാരുണ്ട്. ആ നിലയ്ക്ക് അതിനെപ്പറ്റി സംസാരിച്ചവരുണ്ട്. ഇമാം നബവി ആ ഗണത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തെ ശറഹ് മുഹദ്ദബിൽ അദ്ദേഹം വിശദമായി ആ ഹദീസുകൾ സ്വഹീഹാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ആ ന്യായങ്ങളല്ല എന്നും ആ ഹദീസുകൾ സ്വീകാര്യോഗ്യമല്ല എന്നും ശേഷം വന്ന ഷാഫി മദ്ഹബിലെ തന്നെ ചില പണ്ഡിതന്മാർ, ഉദാഹരണമായി ഇമാം അസ്ഖലാനി അദ്ദേഹത്തിന് തൽഖീസുൽ ഹബീർ എന്ന കിതാബിലൊക്കെ ഈ ഹദീസ് ദുർബലമാണ് എന്ന് സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരു ഹദീസ് സ്വഹീഹാണ് എന്ന ധാരണയും ആ ഹദീസ് പ്രാവർത്തികമാക്കുന്നതും ലഈഫാണ് എന്നും സ്ഥിരപ്പെട്ടതല്ല എന്നും ബോധ്യമായിട്ടും
പിന്നെയും അത് ചെയ്യുന്നതും രണ്ടും രണ്ട് തരത്തിലാണ് നാം കാണേണ്ടത്. അതിനാൽ ആ ഇമാമിങ്ങൾ ബിദ്അത്ത് ചെയ്തോ എന്ന ചോദ്യം അപ്രസക്തമാണ്. നേരെ മറിച്ച് ഗവേഷണത്തിൽ തെറ്റ് സംഭവിച്ചാൽ ഗവേഷകന് ഗവേഷണം ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഗവേഷണത്തിൽ ശരിയിലേക്ക് എത്തിയാലോ അവർക്ക് 2 പ്രതിഫലവുമുണ്ട് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു. 4 മദ്ഹബിലെയും പണ്ഡിതന്മാർ തമ്മിൽ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണവും ഇത് തന്നെയാണ് എന്ന് കൂടി ആ ചോദ്യം ഉന്നയിച്ച ആളോട് കൂടി സൂചിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 109 ആയത്തിൽ ദീനിൽ കക്ഷിത്വം ഉണ്ടാക്കുന്നതിനെ അള്ളാഹു വിമർശിക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ സംഘടനകൾ രൂപീകരിക്കുന്നതും സംഘടനാ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക? അത് യഥാർത്ഥത്തിൽ തെറ്റല്ലേ? ഇതിനുള്ള മറുപടി അബൂബക്കർ സലഫി പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ അൻആമിലെ 159 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാക്കുന്നത് ശരിയാണോ, അത് ബിദ്അത്തല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൂറത്ത് അൻആമിലെ 159 വചനം ഇങ്ങനെയാണ്: ഇന്നല്ലദീന ഫറഖു ദീനഹും, തങ്ങളുടെ ദീനിനെ ഭിന്നിപ്പിച്ചവർ, വകാനു ശിയഅ, അങ്ങനെ അവർ വ്യത്യസ്ത കക്ഷികളായി. ലസ്ത മിൻഹും ഫീ ഷൈ, താങ്കൾ അവരുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ ദീനിനെ ഭിന്നിപ്പിച്ചവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഒരു യഹൂദികളാണ്, അവർ ദീനിനെ ഭിന്നിപ്പിച്ചവരാണ്. അപ്പോൾ ഒരു വിശദീകരണം അങ്ങനെയാണ്. അതുപോലെ മറ്റൊന്ന് ഇവർ നസാറാക്കളാണ്, അവരും ദീനിനെ ഭിന്നിപ്പിച്ചവരാണ്. അതുപോലെ ചില മുഫസ്സിറുകൾ അവർ ഖവാരിജികളാണ്, അവർ ബിദ്അത്തിൻ്റെ ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ബിദ്അത്തിൻ്റെ കക്ഷികളുമായി താങ്കൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ എന്ത് ചെയ്യണം? എന്താണോ അള്ളാഹു നൽകുന്നത് ആ സന്ദേശം അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ട് ഐക്യമുണ്ടാക്കണം. അതാണ് ആ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ സംഘടനയായിട്ടൊന്നും ഒരു ബന്ധമില്ല. യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും പൂർണ്ണമായി അംഗീകരിക്കുന്നവർ, അവർ വിശുദ്ധ ഖുർആനിനെ തിരുസുന്നത്തിനെ പൂർവികർ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കുന്ന വിഭാഗം, അവർ സംഘടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവർ സംഘടിച്ച് പ്രവർത്തിക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് സംഘടന ശരിയല്ല, അത് ബിദ്അത്താണ് എന്ന രൂപത്തിൽ ചിലർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് വളരെ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു 10-15-20 കൊല്ലത്തിൻ്റെ ഇടയിൽ ചിലർ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചില വസ്വാസുകൾ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കി വിട്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇരുത്തം വന്ന വലിയ പണ്ഡിതന്മാർ അതിന് മറുപടി കൊടുത്തിട്ടുമുണ്ട്. ഈജിപ്തിലും അതുപോലെ സുഡാനിലും അങ്ങനെ ലോകത്തിൻ്റെ ചില വ്യത്യസ്ത ഭാഗങ്ങളിൽ അടുത്ത കാലത്ത് സംഘടന പറ്റില്ല എന്നൊരു ചിന്ത വന്നു. അത് കേരളത്തിലും വന്നു. അപ്പോൾ വിദേശങ്ങളിൽ ഈ ചിന്ത വന്നപ്പോൾ വലിയ പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ഇബ്നു ബാസിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ, അതുപോലെ ഷെയ്ഖ് അൽബാനിയെ പോലുള്ള മഹാന്മാർ, മുഹദ്ദിസുകൾ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അങ്ങനെ തുടങ്ങി ഈ ആധുനിക കാലഘട്ടത്തിൽ സലഫി ലോകത്ത് അറിയപ്പെട്ട മഹാപണ്ഡിതന്മാർ, അവരൊക്കെ സലഫികൾക്ക് സംഘടന ഉണ്ടാവാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് അതുണ്ടാവണം, അതിനവർ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഷെയ്ഖ് അൽബാനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റബ്ബുന യഖൂൽ, നമ്മുടെ റബ്ബ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ല, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക, വഖൂനു മാ സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കുക, വേറിട്ട് നിൽക്കരുത്. അതുപോലെ മറ്റൊരു ഹദീസും അദ്ദേഹം ഉദ്ധരിക്കുന്നു, യദുല്ലാഹി മഅൽ ജമാ, അള്ളാഹുവിൻ്റെ യദ്, അവൻ്റെ കൈ സംഘത്തോടൊപ്പമാണ്. പിന്നെ പറഞ്ഞു, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആടുകളെയാണ്
ചെന്നായ തിന്നുക. അതുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കരുത്, സംഘടിച്ച് നിൽക്കണം. ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഇത് ബിദ്അത്താണോന്ന് ചോദിച്ചപ്പം ബിദ്അത്തല്ല, മറിച്ച് നല്ല കാര്യമാണ്. ഒരു നാട്ടിൽ സലഫി സംഘടനയുണ്ടെങ്കിൽ ഒരു സലഫി യുവാവ് അതിൽ നിർബന്ധമായും ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഫത്വയും കാണാം. ഇതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറയാം, പക്ഷികൾ പോലും ഒരു നേതൃത്വത്തിൻ്റെ കീഴിലാണ് സഞ്ചരിക്കുന്നത്, മൃഗങ്ങളും അങ്ങനെയാണ്. എന്നിട്ട് മനുഷ്യർക്ക് അങ്ങനെ ഒരു നേതൃത്വവും ഒരു ഘടനയും വേണ്ട എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക? മാത്രവുമല്ല, സത്യത്തിൻ്റെ ആൾക്കാർ സംഘടിക്കാതിരിക്കുക, അസത്യത്തിൻ്റെ ആൾക്കാർ അതുപോലെ വിദഗ്ധത്തിൻ്റെ കക്ഷികളൊക്കെ സംഘടിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ വിശ്വസിക്കുന്നവർ സംഘടിക്കരുത് എന്ന് പറയുന്നത് എത്രമാത്രം അപകടകരമായ വിഷയമാണ്. വേറൊരു വിഷയം ഈ കാര്യത്തിലുള്ളത്, ദഅവത്തിൻ്റെ മാർഗം എന്ന നിലക്ക് നമ്മൾ സംഘടിച്ച് പ്രവർത്തിക്കുന്നു, സംഘടന രൂപീകരിക്കുന്നു. ഈ വിഷയത്തിലുള്ള ഒരു ചർച്ച വസായിലു ദഅവ തൗഖീഫിയാണോ അതല്ല ഇജ്തിഹാദിയാണോ എന്നൊരു മസലുണ്ട്. എന്ന് പറഞ്ഞാൽ ദഅവത്തിൻ്റെ മാർഗങ്ങൾ അത് ഇജ്തിഹാദിയായ വിഷയമാണോ, നമുക്ക് ദഅവത്തിനുള്ള മാർഗങ്ങൾ ആലോചിച്ച് ഗവേഷണം നടത്തി സ്വീകരിക്കാൻ പറ്റുമോ, അതല്ല തൗഖീഫിയാണോ, നമസ്കാരം പോലെ ളുഹർ നിസ്കാരം 4 റക്അത്താണ്, നമ്മുടെ വക 1 റക്അത്ത് കൂട്ടാൻ പറ്റില്ല, മഗ്രിബ് 3 അതിലൊന്ന് കുറക്കാൻ പറ്റില്ല, കൂട്ടാൻ പറ്റില്ല, ഇങ്ങനെയുള്ളതിനാണ് തൗഖീഫി എന്ന് പറയാം. ഇതുപോലെ ദഅവത്തിൻ്റെ മാർഗങ്ങളും തൗഖീഫിയാണോ അല്ലയോ, ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട്. എന്നിട്ടത് തൗഖീഫി അല്ല, ഇജ്തിഹാദിയാണ്. കാരണം ആ മാർഗങ്ങൾ തൗഖീഫിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സംഘടന വിദഗ്ധത്താണ് എന്ന് പറയുന്നവർ പോലും അവരുടെ ദഅവത്തിന് പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഉദാഹരണം, റസൂലിൻ്റെ കാലത്ത് മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല, വാട്സപ്പ് ഉപയോഗിച്ചിട്ടില്ല, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, MP3 ഇല്ലെന്നവർ ദൈവത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ഹറാമാണ് എന്ന് വരും. അപ്പോൾ സംഘടിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഇജ്തിഹാദിയായ ഒരു കാര്യവുമാണ്. സംഘടിക്കണം എന്ന് പറഞ്ഞത് മതത്തിൻ്റെ പൊതുവായ നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ടൊരിക്കലും സംഘടന രൂപീകരിക്കുന്നത് ബിദ്അത്തല്ല, അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ സംഘടിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇമാം ഇബ്നു ബാസ് പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, സംഘടനയുടെ തെളിവായിട്ട് അംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യം അവർ പരസ്പരം കൂടി ആലോചിക്കണം. അതാണ് സംഘടിച്ച് കൂട്ടായ്മ ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത, അവർ കൂടി ആലോചിക്കും. അല്ലാത്തവർ വേറിട്ട് നിന്ന് ഒറ്റയ്ക്ക് ദഅവത്ത് നടത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അത് പല വ്യതിയാനങ്ങളിലേക്കും എത്തുന്നുണ്ട്. അവസാനം അവർ വേറെ കേന്ദ്രങ്ങളിൽ ചേക്കേറുന്ന ദുരന്തപൂർണമായ അവസ്ഥയ്ക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ചുരുക്കിയാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്, അത് വിദഗ്ധല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാംഗ്ലൂരിൽ MBA ചെയ്യുന്നു. എനിക്ക് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ ചോദിക്കാൻ കാരണം. ദർഗയോടനുബന്ധിച്ചുള്ള പള്ളിയിൽ ഫർളിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നത് തെറ്റാണോ? ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 5:30 ആയിരുന്നു സമയം. പക്ഷെ ആ സമയത്ത് ഒരു പള്ളിയിൽ കയറി, ആ ദർഗ ഉണ്ടായിരുന്നു അടുത്ത്. പക്ഷേ അവിടെ കുറച്ചു നേരം നിർത്തിയിട്ട് ദർഗ ഉള്ളത് കൊണ്ട് മാത്രം അവിടെ ജമാഅത്ത് നടന്നിട്ട് കൂടി നിസ്കരിച്ചില്ല, വേറൊരു പള്ളി തേടിപ്പോയി. അതിലെന്താണ് തെറ്റ്? അള്ളാഹുവിൻ്റെ പള്ളിയല്ലേ, ദർഗയുടെ മുമ്പിലൊന്നല്ലല്ലോ നമ്മൾ സുജൂദ് ചെയ്യുന്നത്, അത് നിസ്കരിക്കാൻ പാടില്ലേ? പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഉപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഉംറയ്ക്കും ഹജ്ജിനും പോകുമ്പോൾ മക്കൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയിട്ട് ഉംറ ചെയ്യും. അതുപോലെ തന്നെ ഉമ്മ ഉപ്പ മരിച്ച ദിവസങ്ങളിൽ അന്നദാനം നടത്തുന്നതും തെറ്റാണോ? അങ്ങനെ ഒരു കോമൺ ടെൻഡൻസി ഞാൻ കണ്ടിട്ടുണ്ട്. അന്നദാനം കൊടുക്കുന്നത് തെറ്റാണ്, അത് പ്രാർത്ഥന മതി, അതിൽ ഉസ്താദുമാരെ വിളിച്ചിട്ടുള്ള കൂട്ടപ്രാർത്ഥന തെറ്റാണ്, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്. അതൊന്ന് ക്ലിയർ ചെയ്യാമോ ഈ 2 കാര്യം? സഹോദരിയുടെ ചോദ്യം ദർഗയുള്ള പള്ളിയിൽ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുമോ? മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അന്നദാനം നടത്തിയാൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ എന്നതാണ് സഹോദരി ചോദിച്ച 2 ചോദ്യങ്ങളുടെ രത്നചുരുക്കം. ഈ ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനുള്ള മറുപടി ഹംസ മദീനി പറയുന്നതാണ്.
സഹോദരിയുടെ ചോദ്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ദർഗയുള്ള പള്ളിയിൽ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുമോ? ദർഗയുള്ള പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല. അവർ യാത്രയിൽ അങ്ങനെ ദർഗയുണ്ട് എന്ന കാരണത്താൽ ആ പള്ളിയിൽ നിന്ന് ജമാഅത്ത് നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒഴിവായി പോയി എന്നാണ്. അത് തന്നെയാണ് ശരി. ദർഗയുള്ള പള്ളിയിൽ വെച്ച് നമുക്ക് നമസ്കരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിടത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. ദർഗ അതിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മനുഷ്യരാണ് ഉള്ളത്. അവിടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പാടില്ല. ദർഗയുള്ള പള്ളിയിൽ നമസ്കരിക്കുന്നത് ഹറാമാണ്. ആ നമസ്കാരം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തത്, മരണത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന അല്ലേ, അന്നദാനം. അപ്പോൾ നമുക്കറിയാം, മതവുമായി ബന്ധപ്പെട്ട് സുന്നത്തും ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അല്പം ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു തുടക്കത്തിൽ. അള്ളാഹുവിൻ്റെ ദീൻ അത് പരിപൂർണമാക്കി തൃപ്തിപ്പെട്ട് നമുക്ക് തന്നപ്പോൾ അതിലെന്തൊക്കെയുണ്ടോ അതാണ് ദീൻ. നമ്മളൊരാൾ മരണപ്പെട്ട് അയാൾക്ക് വേണ്ടി ഒരു അന്നദാനം നടത്തുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് പുണ്യം ലഭിക്കണം എന്നാണ് എങ്കിൽ മയ്യത്തിന് വേണ്ടി ഒരാൾ ദാനം ചെയ്താൽ ആ ദാനം സ്വീകരിക്കുന്നതാണ്. അതല്ല, അതിന് പ്രത്യേകമായ ചില ദിവസങ്ങൾ നിശ്ചയിക്കുകയും 3-ന്റെ ദിവസം അതേപോലെ തന്നെ മറ്റേതെങ്കിലും ദിവസങ്ങൾ നിശ്ചയിക്കുകയും ആ ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു ആചാരമായി കൊണ്ട് ചില അന്നദാനവും അതേപോലെ തന്നെ ചില പ്രവർത്തനങ്ങളും ദിക്റുകളുമൊക്കെ നടത്തുന്നത് ബിദ്അത്താണ്. എന്നാൽ മരിച്ചയാൾക്ക് കൂലി ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മരിച്ച ആളുടെ മക്കളോ അതുപോലെ തന്നെ ബന്ധുക്കളോ മറ്റോ ദാനധർമ്മം ചെയ്യുന്നത് അത് പുണ്യകരമാണ്, അനുവദനീയമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മരിച്ച മാതാവിന് വേണ്ടി ഞാൻ ദാനം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് ബിദ്അത്തായി മാറുന്നത് അതിന് പ്രത്യേകമായ സമയവും പ്രത്യേകമായ ദിവസങ്ങളും നിശ്ചയിച്ചുകൊണ്ട് ചില ആചാരത്തോടുകൂടിയും അനുഷ്ഠാനത്തോടുകൂടിയും ചെയ്യുമ്പോൾ അത് ബിദ്അത്തായി മാറുകയും ചെയ്യും. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തബ്ലീഗ് ജമാഅത്ത്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, മറ്റുള്ള സംഘടനകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആദർശത്തിൽ നിന്ന് സലഫി ആദർശത്തിൻ്റെ വ്യതിരിക്തത എന്താണ്? കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം, അവർക്ക് യഥാർത്ഥത്തിൽ പിഴവ് സംഭവിച്ചിട്ടുള്ളത് തൗഹീദിൽ തന്നെയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നല്ല, അതോടൊപ്പം നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുന്നുള്ളൂ, നിനക്ക് മാത്രമേ ഞങ്ങൾ അടിമവേല ചെയ്യുന്നുള്ളൂ എന്നുകൂടി അർത്ഥം കൽപ്പിക്കണമെന്നും. എത്രത്തോളം ചോദിച്ചാൽ ഇബാദത്ത് ഒരു ലഘുപരിചയം എന്ന പുസ്തകത്തിൻ്റെ 36-ാമത്തെ പേജിൽ കാണാം, പ്രവാചകനെ നിരുപാധികം അനുസരിക്കണമെന്ന് ഇസ്ലാം ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിരുപാധികം അനുസരിക്കാൻ പാടില്ല, അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന ഏറെ ഗുരുതരമായ വിശ്വാസമാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ വെച്ച് പുലർത്തുന്നത്. ഇയ്യാക നഅ്ബുദു എന്ന ആ ഇസ്ലാമിൻ്റെ ആണിക്കല്ലിൽ തന്നെ അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകനെന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളെ
പലതിനെയും നിഷേധിക്കുന്ന പ്രവണതയുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അതുപോലെ തന്നെ മഹദി ഇമാമുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ. അതോടൊപ്പം ഇസ്ലാം വിലക്കിയ സംഗീത ഉപകരണങ്ങളെ ഹലാലായി കാണുന്ന സമ്പ്രദായവും ജമാഅത്ത് സുഹൃത്തുക്കൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും വലിയ വലിയ വ്യതിയാനങ്ങളാണ്. അതുപോലെ തബ്ലീഗ് ജമാഅത്തിൻ്റെ സുഹൃത്തുക്കൾ എടുത്ത് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഫളായിലുകൾ ഏറെ പറയുന്നു എന്നല്ലാതെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിൻ്റെ ചർച്ചകളിലേക്ക് അവർ പലപ്പോഴും വരാറില്ല എന്ന് മാത്രമല്ല, ശിർക്കിൻ്റെ കേന്ദ്രങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പ്രചാരകന്മാരെ സംബന്ധിച്ചുമൊക്കെ മൗനം പാലിക്കുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും കണ്ടുവരാറുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ദർഗയുടെ ആസ്ഥാനത്താണല്ലോ യഥാർത്ഥത്തിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, ഡൽഹിയിലെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്ഥലം. മാത്രമല്ല, ഷിർക്കിൻ്റെ ചിഹ്നങ്ങളായ അല്ലെങ്കിൽ ഷിർക്കിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഏലസ്, ഉറുക്ക് പോലെയുള്ളതിന് അതിനോട് പോലും ഒരു നിസ്സാരമായ മനോഭാവം കാത്തു സൂക്ഷിക്കുന്നത് പലപ്പോഴും കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വിശ്വാസ കാര്യങ്ങളിൽ അശ്അരി ത്വരീഖത്തോ മാതുരിദി ത്വരീഖത്തോ ആണ് തബ്ലീഗ് ജമാഅത്തുകാർ സ്വീകരിക്കാറുള്ളത്. അഹ്ലുസുന്നത്തിൻ്റെ അഖീദയുമായി വളരെയധികം വ്യത്യാസമുള്ള ത്വരീഖത്തുകളാണിത്. അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ എല്ലാ സ്ഥലത്തുമുണ്ട് എന്നായിരിക്കും തബ്ലീഗ് ജമാഅത്തിൻ്റെ സുഹൃത്തിൻ്റെ മറുപടി. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അർശ് അത് ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്ന് എനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അടിസ്ഥാന വിഷയത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ദുർബലമായ ഒരുപാട് ഹദീസുകൾ, കള്ളക്കഥകൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് അവരുടെ പുസ്തകങ്ങളിലൂടെയും അവരുടെ പ്രസംഗങ്ങളിലൂടെയും ആളുകൾക്കിടയിൽ അവർ പ്രചരിപ്പിക്കാറുണ്ട്. പിന്നെ സ്വാഭാവികമായിക്കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ടാകുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ കള്ളുകുടി ഒഴിവാക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ ഒരാളുടെ പ്രവർത്തനം കൊണ്ട് കള്ളുകുടി ഒഴിവാക്കി എന്നതുകൊണ്ട് അവൻ്റെ അഖീദ പൂർണ്ണമായും ശരിയാണ്, അവൻ്റെ റൂട്ട് ശരിയാണ് എന്ന് വരികയില്ല. ഒരാൾ ശിർക്കിലകപ്പെട്ട് മുങ്ങിക്കുളിച്ചൊരു മനുഷ്യൻ, അയാൾ കള്ളു കുടിച്ചില്ലെങ്കിലും അയാൾ നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇസ്ലാമിൻ്റെ അസലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇനി മറ്റുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളാണെങ്കിൽ ഹദീസ് നിഷേധവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കറിയുന്നതായിരിക്കും, അതിലേക്ക് കൂടി ഞാൻ പ്രവേശിക്കുന്നില്ല. പ്രവാചകൻ്റെ അഹ്ലു ബിദ്അത്തിൻ്റെ എല്ലാ കക്ഷികളും പ്രവാചകൻ്റെ ഹദീസുകളെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉദാഹരണങ്ങൾ ജമാഅത്ത് ഇസ്ലാമി സുഹൃത്തുക്കളിലും അതുപോലെ തന്നെ മറ്റുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്രയുമാണ് വളരെ ചുരുക്കിയുള്ള അവരെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം. അഹ്ലുസുന്നത്തിൻ്റെ അഖീദയാണ് പ്രവാചകൻ വരച്ചു കാണിച്ച അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതും കേട്ടതും ഒരു സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി.